ശ്രീത്ത്, ഉറപ്പായും ആത്മഹത്യയുടെ കണ്ടന്റ് പുറത്തു വന്നത് തന്നെയല്ലേ ഇ.പിയുടെ പാലക്കാട്ടേക്കുള്ള വണ്ടി പിടിക്കാനുള്ള പ്രധാന കാരണം? തീർച്ചയായും അതൊരു ഇ.പി. ജയരാജന്റെ മാത്രം തീരുമാനമായി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയത്തിൽ കർശനമായൊരു നിർദ്ദേശം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഇ.പി. ജയരാജന് നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുൻപാണ് നമ്മൾ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെ ബന്ധപ്പെട്ടത്. അദ്ദേഹം തന്നെയാണ് നമ്മളോട് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നാളെ പാലക്കാട് നഗരത്തിൽ ഏത് ഭാഗത്താണ് യോഗം നടക്കുന്നതിനെ കുറിച്ചൊരു വിവരം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്യാനാകും. പക്ഷേ പാലക്കാട് ഒരു പൊതുയോഗത്തിൽ, വലിയൊരു പൊതുയോഗത്തിൽ ഇ.പി. ജയരാജൻ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സരിനായി വോട്ട് ചോദിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആത്മകഥയിൽ ഡോക്ടർ പി സരിനെതിരെ രൂക്ഷമായ വിമർശനം, അത് വന്യന്തരേനെ സൂചിപ്പിക്കുകയാണ്. സ്വതന്ത്രനായി വന്ന് മറുകണ്ഠം, ഒരു രാത്രി വെളുക്കുമ്പോഴേക്കും മറുകണ്ഠം ചാടി എന്ന തരത്തിലുള്ള ആക്ഷേപം ഇ.പി. ജയരാജന്റെ ആത്മകഥയിൽ ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ രാവിലെ 6:45 പുറത്തു വരുന്നു. അതിനുശേഷം ഡോക്ടർ പി സരിന്റെ പ്രതികരണമടക്കം ഈ വിഷയത്തിൽ ഇ.പി. ജയരാജനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒരു വാക്കുകൊണ്ട് പോലും കുത്തിനോവിക്കാത്ത തരത്തിൽ ഡോക്ടർ പി സരിന്റെ നേതൃത്വത്തിലുള്ള പ്രതികരണം നമ്മൾ കണ്ടതാണ്. എന്തായാലും നാളെ വൈകിട്ട് ഇ.പി. ജയരാജൻ പാലക്കാട്ടേക്ക് എത്തുകയാണ്. നിലവിൽ ഇത് പറഞ്ഞതൊക്കെ തെറ്റാണ്, അത് ദുർവ്യാഖ്യാനം ചെയ്തു, 24-നെതിരെയും അതുപോലെ തന്നെ മറ്റ് ഗൂഢാലോചന എന്ന തരത്തിലുള്ള ആക്ഷേപമൊക്കെ ഇ.പി. ജയരാജൻ ഉന്നയിച്ചു. പക്ഷേ അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉള്ളടക്കത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി തള്ളാൻ ഇ.പി. ജയരാജൻ തയ്യാറല്ല. താൻ ഇതൊന്നും എഴുതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞൊരു ഒഴുക്കൻ മറ്റുള്ള മറുപടിയാണ് ഇ.പി. ജയരാജൻ പറയുന്നത്. പക്ഷേ എന്തിനാണ് ഈ തിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് എന്ന പേരിൽ ഒരു അധ്യായം തന്നെ ഇ.പി. ജയരാജൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയത്? അത് ചേലക്കരയിൽ ആണെങ്കിൽ, നമ്മൾ നിൽക്കുന്ന ചേലക്കരയിലാണെങ്കിൽ അത് കൃത്യമായ രീതിയിൽ PV അൻവറിന്റെ പാർട്ടി പിടിക്കുന്ന, സംഘടന പിടിക്കുന്ന വോട്ടുകൾ, സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ, അത് LDFന്റെ വോട്ടുകളായിരിക്കുമെന്ന് ഈ ആത്മകഥയിൽ പറയുന്നുണ്ട്. ഇതുകൂടാതെ ഡോക്ടർ പി സരിനെ കുറിച്ച് ഇത്തരത്തിലുള്ള പരാമർശമുണ്ട്. പക്ഷേ എന്തിനാണ് ഈ ഒരു പ്രചാരണത്തിൽ പോലും കാര്യമായ രീതിയിൽ, കണ്ണൂർ ജില്ലയിലെ സമ്മേളനങ്ങളിലും അതുപോലുള്ള മറ്റു കാര്യങ്ങളിലും മാത്രമാണ് ഇ.പി. ജയരാജൻ കാര്യമായ രീതിയിൽ പങ്കെടുക്കുന്നത്? സ്വാഭാവികമായി എന്തിനാണ് ഈ ഒരു ആത്മകഥയിൽ അദ്ദേഹവുമായി എന്ത് ബന്ധമാണുള്ളത് എന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം വരും ദിവസങ്ങളിൽ ഉണ്ടാകും. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ CPM സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തെരഞ്ഞെടുപ്പാണ്. ഒരു ഡു ഓർ ഡൈ എന്ന ഒരു സിറ്റുവേഷനിലാണ് പാലക്കാട് നിൽക്കുന്നത്. വേണ്ടി വന്നാൽ വിജയിക്കാമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഡോക്ടർ സരിനും ഇടതുപക്ഷവുമായിരുന്നു അവിടെ, EN സുരേഷ് ബാബുവുമായിരുന്നു അവിടെ പ്രചാരണത്തിൻ്റെ രീതികളും ഒക്കെ നിശ്ചയിച്ചിരുന്നത്. പ്രചാരണം ഏത് തരത്തിലേക്ക് പോകണം, UDFന്റെ പ്രചാരണവും LDFന്റെ പ്രചാരണവും ഏത് തരത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പോലും തീരുമാനിച്ചിരുന്നത് ഇടതുപക്ഷമായിരുന്നു. ആ ഒരു സമയത്താണ് കൃത്യമായ രീതിയിൽ നാളെ ഡോക്ടർ പി സരിന് വോട്ടഭ്യർത്ഥിക്കാൻ പാലക്കാട്ടേക്ക് പോകുന്നു ഇ.പി. ജയരാജൻ. ഇ.പി. ജയരാജനെ വേദിയിൽ എന്തൊക്കെ പറയുമെന്നുള്ളത് രാഷ്ട്രീയ ആകാംക്ഷയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, DCയെ അറിയാവുന്ന, അല്ലെങ്കിൽ DC ബുക്സിനെ എന്ന പ്രസാധക സംഘത്തെ അറിയാവുന്നവരാരും വിശ്വസിക്കില്ല ഇ.പി. ജയരാജനെ പോലെ ഒരു മുതിർന്ന നേതാവിൻ്റെ, ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ആത്മകഥ അവരായി രാഖി രാമാനം എഴുതിയുണ്ടാക്കി, അവരായി രാഖി രാമാനം പ്രിന്റിങ്ങിന് അയച്ച്, അവരായി അത് പ്രസിദ്ധീകരണത്തിന് ഇ.പി. ജയരാജനെ ടാഗ് ചെയ്ത് അവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലിടും എന്ന് DC അറിയാവുന്ന ആരും വിശ്വസിക്കില്ല. ഇ.പി. ജയരാജൻ പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്നു. അതിൻ്റെ സത്യാസത്യങ്ങൾ പുറത്തേക്ക് വരട്ടെ.